നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്കൻഡ് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബൈകണ്ടീഷണൽ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ബൈകണ്ടീഷണൽ. ബൈകണ്ടീഷണൽ എന്ന് പറയുന്ന ഒരു സെന്റൻഷ്യൽ കണക്റ്റീവ് ആണ്. അത് പ്രത്യേകിച്ച് ഒന്നുമില്ല. എന്താണ് ബൈകണ്ടീഷണൽ? ബൈകണ്ടീഷണൽ എന്ന് പറയുന്നത് പി ഇംപ്ലൈ ക്യൂവും ക്യൂ ഇംപ്ലൈ പിയും കൂടെ ചേർന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. പി ഇംപ്ലൈ ക്യൂവും ക്യൂ ഇംപ്ലൈ പിയും കൂടെ ചേർന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നമ്മൾ എഴുതും പി ഇംപ്ലൈ ക്യൂ ആൻഡ് ക്യൂ ഇംപ്ലൈ പി. പി ഇംപ്ലൈ ക്യൂ ആൻഡ് ക്യൂ ഇംപ്ലൈ പി എന്നാണ് പറയുന്നത്. അതായത് പി ക്യൂവിനെ ഇംപ്ലൈ ചെയ്യുന്നത് പോലെ തിരിച്ച് ക്യൂ പിന്നെയും ഇംപ്ലൈ ചെയ്യണം. ഈ രണ്ടും നടക്കുന്നുണ്ടെങ്കിൽ ഇയാളെ നമ്മൾ ബൈകണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് എഴുതാൻ ഇച്ചിരി നീളക്കൂടുതലുള്ളത് കൊണ്ട് തന്നെ ബൈകണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റിനെ റെപ്രസെന്റേറ്റ് ചെയ്യാൻ പോകുന്നത് പി അങ്ങോട്ട് വാരോ ഇങ്ങോട്ട് വാരോ ക്യൂ. This is the symbol for representing a biconditional statement. P imply Q and Q imply P. P imply Q and Q imply P. അല്ല, ഒരു സെന്റൻസിൽ വരുമ്പോൾ നമ്മൾ ഇയാളെ വായിക്കുന്നത് if and only if. Therefore, it can be read as P if and only if. If and only if. P if and only if Q. ഈ ഒരു കാര്യത്തിനെ നമ്മൾ ചുരുക്കി എഴുതാറുണ്ട്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്ന് മൊത്തത്തിൽ നീട്ടി എഴുതാറില്ല. We will write as I F F. It means that P if and only if Q. P if and only if Q. അതിന്റെ അർത്ഥം P Qനെ ഇംപ്ലൈ ചെയ്യും, Q തിരിച്ച് Pനെ ഇംപ്ലൈ ചെയ്യും. ഇംപ്ലിക്കേഷനെ സംബന്ധിച്ചിടത്തോളം പി ഇംപ്ലൈ ക്യൂ ഒരിക്കലും തിരിച്ച് ക്യൂ ഇംപ്ലൈ പി ചെയ്യില്ല. രണ്ടും വെവ്വേറെ ആൾക്കാരാണെന്ന് ട്രൂത്ത് ടേബിൾ വഴി നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. പക്ഷേ ഇഫ് ആൻഡ് ഓൺലി ഇഫ് സ്റ്റേറ്റ്മെന്റില് പി ക്യൂവിനെ ഇംപ്ലൈ ചെയ്യണം, ക്യൂ പിന്നെയും ഇംപ്ലൈ ചെയ്തിരിക്കണം. പി ക്യൂവിനെ ഇംപ്ലൈ ചെയ്യണം, ക്യൂ പിന്നെയും ഇംപ്ലൈ ചെയ്തിരിക്കണം. ദിസ് ഇസ് ആൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് സ്റ്റേറ്റ്മെന്റ്. അതാണ് ഇഫ് ആൻഡ് ഓൺലി സ്റ്റേറ്റ്മെന്റിന്റെ പ്രത്യേകത. ഓക്കെ, അപ്പൊ ഞാൻ ഇതിന്റെ ട്രൂത്ത് ടേബിൾ വരയ്ക്കാനാണ് പോകുന്നത്. ഞാൻ ലെഫ്റ്റ് ആയി പോയായിരുന്നു ആ ടൈമിൽ സാർ വല്ലതും പറഞ്ഞായിരുന്നു. ഇപ്പോ എന്താണ് ഈ കാര്യം പറഞ്ഞത് മനസ്സിലായി? ഈ എഴുതിയിരിക്കുന്നത് മനസ്സിലായോ? ഇത് പി ഇംപ്ലൈ ക്യൂവും ക്യൂ ഇംപ്ലൈ പിയും തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന, അതായത് ആൻഡ് സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഇവർ രണ്ടുപേരെയും ചേർക്കുന്നതാണ് ബൈകണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നമ്മൾ ഇത്രയും നീളത്തിൽ എഴുതാതെ ഈ പുള്ളിക്കാരനെ പി ഈ രണ്ട് ആരോ ഇട്ടിട്ട് ക്യൂ എന്ന് റെപ്രസെന്റേറ്റ് ചെയ്യാറുണ്ട്. ഇനി അടുത്ത് ഞാൻ പറയുന്നത് ഇയാളെ വായിക്കുന്നത് ഇങ്ങനെയായിരിക്കും. പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ എന്നാണ്. പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ. പി സംഭവിക്കണമെങ്കിൽ ക്യൂ സംഭവിക്കണം, ക്യൂ സംഭവിക്കണമെങ്കിൽ പി സംഭവിക്കണം എന്നാണ് ഈ സ്റ്റേറ്റ്മെന്റ് മീൻ ചെയ്യുന്നത്. ആൻഡ് ദിസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യാൻ ബി അബ്രിവേറ്റഡ് as IFF. ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്ന് വായിക്കണം. ഇഫ് ആൻഡ് ഓൺലി ഇഫിനെ അബ്രിവേറ്റ് ചെയ്ത് നമ്മൾ ഇങ്ങനെ എഴുതാറുണ്ട് മാത്തമാറ്റിക്സിൽ. ഇനി നിങ്ങൾ ഒരുപാട് തവണ IFF എന്ന് പറയുന്ന ആളെ കാണും. അപ്പോഴൊക്കെ നിങ്ങൾ ആലോചിക്കുക ഇത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ്. ശരി, ഞാൻ ഇനി ബൈകണ്ടീഷണലിന്റെ ട്രൂത്ത് ടേബിൾ ആണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ബൈകണ്ടീഷണലിന്റെ ട്രൂത്ത് ടേബിൾ വരയ്ക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ പി വരയ്ക്കുന്നു, ക്യൂ വരയ്ക്കുന്നു. പിയുടെയും ക്യൂവിന്റെയും ആ ഒരു ട്രൂത്ത് വാല്യൂവിന്റെ ഓർഡർ നിങ്ങൾക്കറിയാം. പി ട്രൂ, ക്യൂ ട്രൂ. P true, Q false. P false, Q true. And P false, Q false. Done. P M Q. Okay, done. ഇനി അടുത്ത് നമുക്ക് P implies Q ഇവിടെ നിന്ന് വരച്ചു വയ്ക്കാം. P imply Q. True imply true is true. True imply false is false. False imply true is true and false implies false is true. P imply Q, we are done with that. Now നമ്മൾ എഴുതുന്നത് Q imply P. Q imply P. Q imply P. True imply true, true. False imply true is true. True imply false, അത് പറ്റില്ല, അത് false ആണ്. False imply false is true.
അപ്പൊ ക്യൂ ഇംപ്ലൈ പിയും നമ്മൾ വരച്ചു കഴിഞ്ഞു. ആൻഡ് ഫൈനലി ഈ എഴുതിയിരിക്കുന്ന രണ്ട് പേരുടെയും ആൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ് വരയ്ക്കാൻ പോകുന്നത്. ആൻഡ് സ്റ്റേറ്റ്മെന്റ് പി ഇംപ്ലൈ ക്യൂ ആൻഡ് ക്യൂ ഇംപ്ലൈ പി. ഇതിനെയാണ് നമ്മൾ ചുരുക്കി എന്ത് എഴുതുന്നത്? പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ എന്ന് എഴുതുന്നത്. പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ എന്ന് എഴുതുന്നത് ഇയാളുടെ ട്രൂത്ത് ടേബിൾ ആണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. പി ഇംപ്ലൈ ക്യൂ ആൻഡ് ക്യൂ ഇംപ്ലൈ പി ആണ്. ആൻഡ് ആണ് കേട്ടോ, എവരുടെ രണ്ടുപേരുടെ ആൻഡ്. ആൻഡ് ശരിയാവണമെങ്കിൽ രണ്ടും ട്രൂ ആവണം. രണ്ടും ട്രൂ. ട്രൂ. ഒരാള് ഫാൾസ്, ഒരാൾ ഫാൾസ്, അതുകൊണ്ട് ഫാൾസ്. ഒരാൾ ഫാൾസ്, ഫാൾസ്. രണ്ടുപേരും ട്രൂ, ട്രൂ. രണ്ടുപേരും ട്രൂ, ട്രൂ. കൈ. ഇതാണ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് സ്റ്റേറ്റ്മെന്റിന്റെ ട്രൂത്ത് ടേബിൾ. ഇഫ് ആൻഡ് ഓൺലി ഇഫ് സ്റ്റേറ്റ്മെന്റിന്റെ ട്രൂത്ത് ടേബിൾ വി ആർ ഡൺ വിത്ത് ദാറ്റ്. നമ്മള് ഈ നടുക്കുള്ള ഈ ഒരു സ്റ്റെപ്പ് മറച്ചു വെച്ചിട്ട്, ഈ പി ഇംപ്ലൈ ക്യൂവും ക്യൂ ഇംപ്ലൈ പിയും മറച്ചു വെച്ചിട്ട് ആ ട്രൂത്ത് ടേബിൾ ഒന്ന് നോക്കുക. പിയും ക്യൂവും ട്രൂ ആകുമ്പോഴും ട്രൂ ആണ്, പിയും ക്യൂവും ഫാൾസ് ആകുമ്പോഴും ട്രൂ ആണ്. പക്ഷേ പിയോ ക്യൂവോ ആരെങ്കിലും ഒരാൾ ട്രൂവും ഒരാൾ ഫാൾസും ആവുകയാണെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് ഫാൾസ് ആയി. ഇംപ്ലിക്കേഷന്റെ പ്രത്യേകതയാണ് നിങ്ങൾ നോക്കാനുള്ളത്. നമുക്ക് എപ്പോഴും ഇംപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഇതേപോലെ ട്രൂത്ത് ടേബിള് വലിച്ചു നീട്ടി വരയ്ക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇത് പഠിച്ചേ പറ്റത്തുള്ളൂ, കാണാതെ അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇഫ് ആൻഡ് ഓൺലി സ്റ്റേറ്റ്മെന്റ് ട്രൂ ആകണമെങ്കിൽ രണ്ടുപേരും ട്രൂവോ അല്ലെങ്കിൽ രണ്ടുപേരും ഫാൾസോ ആകണം. പിയും ക്യൂവും ട്രൂ, പിയും ക്യൂവും ഫാൾസ് ആവുമ്പോഴും എന്താണ്? ഇഫ് ആൻഡ് ഓൺലി സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. പക്ഷെ ഒരാള് ഫാൾസും ഒരാൾ ട്രൂ ആവുന്ന അവസ്ഥയിൽ ആ ഇഫ് ആൻഡ് ഓൺലി സ്റ്റേറ്റ്മെന്റ് അഥവാ ബൈകണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഫാൾസ് ആയി. ശ്രദ്ധിക്കുമല്ലോ, മനസ്സിലായോ? ഓക്കെ, ഡൺ. ബൈകണ്ടീഷണലിന്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ദിസ് ഇസ് എൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് സ്റ്റേറ്റ്മെന്റ്. ഇത് നിങ്ങൾ ഒരുപാട് കാണും. ഇത് നിങ്ങൾ ഇനി ഒരുപാട് കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. മാത്സിൽ നമ്മൾ ഇത് ഒരുപാട് തവണ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇഫ് ആൻഡ് ഓൺലി ഇഫ് കാര്യമായി മനസ്സിലാക്കുക. ഡൺ. ഇനി ഇഫ് ആൻഡ് ഓൺലി ഇഫ് കമ്മ്യൂട്ടേറ്റീവ് ആണോ? ഇഫ് ആൻഡ് ഓൺലി ഇഫ് കമ്മ്യൂട്ടേറ്റീവ് ആണോ? ആണ്. പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ എന്ന് പറയുന്നത് തന്നെയാണ് ക്യൂ ഇഫ് ആൻഡ് ഓൺലി ഇഫ്. അതിൽ യാതൊരുവിധ സംശയവും വേണ്ട. അതിനെ തിരിച്ചെഴുതാൻ കുഴപ്പമില്ല. അയാളെ തിരിച്ചെഴുതാൻ കുഴപ്പമില്ല. പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ. പി സംഭവിക്കണമെങ്കിൽ ക്യൂ സംഭവിക്കണം, ക്യൂ സംഭവിക്കണമെങ്കിൽ പി സംഭവിക്കണം എന്നാണ് ഇതിന്റെ അർത്ഥം. തിരിച്ചു പറഞ്ഞാലും അതേ അർത്ഥം തന്നെയാണ്. അതുകൊണ്ട് ഇത് കമ്മ്യൂട്ടേറ്റീവ് തന്നെയാണ്, സംശയം വേണ്ട. ഇനി അടുത്തത്, ഇയാളുടെ നെഗേഷൻ എന്താണ്? എന്ത്? നെഗേഷൻ ഓഫ് പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ. കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ദിസ് ഇസ് ഈക്വൽ ടു നെഗേഷൻ ഓഫ് പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ എന്ന് പറയുന്നത് പി ഇംപ്ലൈ ക്യൂ ആൻഡ് ക്യൂ ഇംപ്ലൈ പി. എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ അപ്പൊ തന്നെ ചോദിക്കുക. പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം പി ഇംപ്ലൈ ക്യൂ ആൻഡ് ക്യൂ ഇംപ്ലൈ പി. നെഗേഷൻ ഓഫ് ആൻ ആൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. ദാറ്റ് വിൽ ബി നെഗേഷൻ ഓഫ് പി ഇംപ്ലൈ ക്യൂ ഓർ negation of Q imply P. Negation of P imply Q and or negation of Q imply P. P imply Q ന്റെ negation നിങ്ങൾക്കറിയാം. P imply Q ന്റെ negation നമുക്കറിയാം. P and negation Q. P and negation Q. Or Q and negation P. Q and negation P. ഓക്കെ, നിങ്ങൾക്കറിയാം, ഇതറിയാവുന്ന ആള് ഇംപ്ലിക്കേഷന്റെ നെഗേഷൻ എന്ന് പറയുന്ന ആദ്യ സ്റ്റേറ്റ്മെന്റ് ആൻഡ് നെഗേഷൻ ഓഫ് ക്യൂ. ക്യൂ ഇംപ്ലൈ പിന്റെ നെഗേഷൻ എന്ന് പറയുന്ന ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ആൻഡ് നെഗേഷൻ ഓഫ് ദ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്. നമ്മൾ നെഗേഷൻ ഓഫ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിച്ചു. പി ആൻഡ് നെഗേഷൻ ക്യൂ ഓർ ക്യൂ ആൻഡ് നെഗേഷൻ പി. പി ആൻഡ് നെഗേഷൻ ക്യൂ ആൻഡ് ഓർ ക്യൂ ആൻഡ് നെഗേഷൻ പി. ഡൺ. അപ്പൊ നമ്മള് പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂവിന്റെ നെഗേഷൻ കണ്ടുപിടിച്ചു. ക്ലിയർ ആണോ? സ്റ്റെപ്പ് ക്ലിയർ ആണോ?
ഓക്കെ, ശരി. അപ്പൊ ഇനി നമ്മൾ നേരെ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മൾ ഇയാളെ ട്രൂത്ത് ടേബിൾ വെച്ച് ശരിയാണോ എന്ന് വെരിഫൈ ചെയ്യാൻ പോവാണ് കേട്ടോ. ട്രൂത്ത് ടേബിൾ വെച്ച് ശരിയാണോ എന്ന് വെരിഫൈ ചെയ്യാൻ പോവാണ്. പി എഴുതി, ക്യൂ എഴുതി, പിന്നെ പിന്റെയും ക്യൂവിന്റെയും പോസിബിലിറ്റീസ് എഴുതുകയാണ്. ട്രൂ, 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 ഫോൾസ്, ഫോൾസ്, ട്രൂ, ഫോൾസ്, ഫോൾസ്. ക്യൂവും പിയും കഴിഞ്ഞു. എനിക്ക് നെഗേഷൻ ക്യൂവിന്റെ നെഗേഷൻ പിയുടെ ആവശ്യം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് നെഗേഷൻ പി എടുക്കുന്നു. നെഗേഷൻ പി ട്രൂ ട്രൂ ആണ്, അപ്പൊ ഫോൾസ് ഫോൾസ് ആകും. പിന്നെ ഫോൾസ് ഫോൾസ് ആണ്, അത് ട്രൂ ട്രൂ ആകും. പിന്നെ നെഗേഷൻ ക്യൂവിന്റെ ആവശ്യമുണ്ട്, നെഗേഷൻ ക്യൂവിന്റെ ആവശ്യം, അതുകൊണ്ട് നെഗേഷൻ ക്യൂ എടുക്കുന്നു. നെഗേഷൻ ക്യൂ എന്ന് പറയുമ്പോൾ ട്രൂ ഫോൾസ്, ഫോൾസ് ട്രൂ, ട്രൂ ഫോൾസ്, ഫോൾസ് ട്രൂ. അടുത്ത നെഗേഷൻ ക്യൂവും നെഗേഷൻ പിയും കഴിഞ്ഞു. നെഗേഷൻ ക്യൂവും നെഗേഷൻ പിയും നെഗേഷൻ ക്യൂവും കഴിഞ്ഞു. ഇനി എനിക്ക് വേണ്ടത് പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ. പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ. പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ നിങ്ങൾക്കറിയാം, രണ്ടുപേരും ട്രൂവോ രണ്ടുപേരും ഫാൾസോ ആകുമ്പോൾ മാത്രമേ ട്രൂ ഉള്ളൂ, അല്ലാത്ത സമയത്ത് ഫാൾസ് ആണ്. ട്രൂ ട്രൂ, ട്രൂ, ട്രൂ ഫാൾസ്, ഫാൾസ്, ഫാൾസ് ട്രൂ, ഫാൾസ്, ഫാൾസ് ഫാൾസ്, ട്രൂ. പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ കഴിഞ്ഞു. പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ കഴിഞ്ഞു. ഇനി അടുത്തുള്ളത് നെഗേഷൻ ഓഫ് പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ. നെഗേഷൻ ഓഫ് പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ. നെഗേഷൻ ഓഫ് പി ഇഫ് ആൻഡ്, അതായത് ഈ സ്റ്റേറ്റ്മെന്റിന് നെഗേഷൻ ഫോൾസ്, ട്രൂ, ട്രൂ, ഫോൾസ്. കഴിഞ്ഞു. ഇനി അടുത്ത ആൾക്കാരാണ്, അതായത് എനിക്ക് വേണ്ടത് ഈ രണ്ടുപേരെ, ഇയാളെയും ഇയാളെയാണ് വേണ്ടത്. ഞാൻ അവരെയാണ് നോക്കുന്നത്. Therefore, I am going for P and negation of Q. P and negation of Q. P and negation of Q. ശരിയാവണമെങ്കിൽ രണ്ട് ശരിയാവണം. P and negation of Q. True and false. Therefore, that will be false. True and true. That is going to be true. False and false. That is going to be false. False and true. That is going to be false. P and negation Q കഴിഞ്ഞേ. P and negation Q കഴിഞ്ഞു. അടുത്ത Q and negation P. Q and negation P. Q and negation P. True false is false. False false is false. True true is true. False true is false. ഇനി എനിക്ക് വേണ്ടത് കൺഫർമേഷന് വേണ്ടി ഇയാളുടെയും ഓർ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇയാളുടെ ഓർ സ്റ്റേറ്റ്മെന്റ്. P and negation Q or Q and negation P. ഓർ ആണ്. ഓർ ശരിയാണെങ്കിൽ ആരെങ്കിലും ഒരാളെങ്കിലും ട്രൂ ആയാൽ മതി. False false is false. True false is true. False true is true. False false is false. നിങ്ങൾ ഈ ഒരു ടേബിൾ നോക്കുക. ഈ ഒരു ടേബിൾ നോക്കുക. ഈ ഒരു ടേബിൾ നോക്കുക. ഫാൾസ് ട്രൂ, ട്രൂ ഫാൾസ്. അതിനർത്ഥം ഇയാളും സെയിം ആണ്. ഇയാളും സെയിം ആണ്. അതായത് നമ്മൾ പറഞ്ഞ നെഗേഷൻ എന്ന് പറയുന്ന സാധനം ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് ശരിയാണെന്ന് നമ്മൾ വെരിഫൈ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഈ പറഞ്ഞ കാര്യം ട്രൂത്ത് ടേബിൾ വെച്ച് ശരിയാണെന്ന് വെരിഫൈ ചെയ്ത് കഴിഞ്ഞു. ആർക്കെങ്കിലും ഈ എഴുതിയതിൽ സംശയമുണ്ടോ? ഇല്ലല്ല. ട്രൂത്ത് ടേബിൾ വരയ്ക്കാൻ നിങ്ങൾക്കൊരു ഫ്ലോ തോന്നുന്നുണ്ടോ? ഓക്കെ, ശരി. അപ്പൊ സ്വന്തമായിട്ട് ഞാനൊരു ട്രൂത്ത് ടേബിൾ വരയ്ക്കാൻ പറഞ്ഞാലും ചെയ്യുമല്ലോ? ഇനി ചെയ്യുമല്ലോ രണ്ടുപേരും? ഓക്കെ, ശരി. അപ്പോ നമുക്കിനി അതാണ് പോകുന്നത്. നമ്മൾ ഇനി ട്രൂത്ത് ടേബിളുകളെ വരയ്ക്കാൻ പോവുകയാണ്. ട്രൂത്ത് ടേബിളുകളെ വരയ്ക്കാൻ പോവാണ്. എന്റെ കണക്റ്റീവ് സെന്റൻഷ്യൽ കണക്റ്റീവ്സ് എല്ലാം കഴിഞ്ഞു. അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത കാര്യം തന്നെയാണ് ഇഫ് ആൻഡ് ഓൺലി ഇഫിനും ചെയ്തത്. വേറെ ഒന്നും ചെയ്തിട്ടില്ല. ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ വന്നു എന്ന് പറഞ്ഞു, ട്രൂത്ത് ടേബിൾ വരച്ച് കാണിച്ചു തന്നു. ട്രൂത്ത് ടേബിൾ കാണാതെ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ അതായത് ഫുൾ സ്റ്റെപ്പ് ഈ സ്റ്റെപ്പ് ഒന്നും എഴുതി നിൽക്കുന്ന സമയം കളയേണ്ട ആവശ്യമില്ല, ഇതൊന്ന് പഠിച്ചു വെക്കണമെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് എന്താണ്?
കമ്മ്യൂട്ടേറ്റീവ് ആണ്. എന്നിട്ട് ബൈകണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റിന്റെ നെഗേഷൻ ഞാൻ കണ്ടുപിടിച്ചു. അത് ശരിയാണെന്ന് ട്രൂത്ത് ടേബിൾ വെച്ച് വെരിഫൈ ചെയ്തു. ഡൺ. ശരി, അപ്പൊ ഇനി നമ്മൾ ട്രൂത്ത് ടേബിൾ വരയ്ക്കാൻ നമ്മൾ കേപ്പബിൾ ആണ്. ട്രൂത്ത് ടേബിൾ വരയ്ക്കാൻ നമ്മൾ ഇപ്പൊ എന്താണ്, കേപ്പബിൾ ആണ്. നമ്മൾ ഇനി ട്രൂത്ത് ടേബിൾ വരയ്ക്കാൻ പോവുക. അപ്പൊ ഞാൻ ട്രൂത്ത് ടേബിൾ വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, construct the truth table of negation of P and Q, negation of P and Q, if and only if negation P or negation Q, negation P or negation Q. എന്താണ് negation of P and Q if and only if negation P or negation Q. നമ്മൾ ഇയാളുടെ ട്രൂത്ത് ടേബിൾ വരയ്ക്കാൻ പോവുകയാണ്. ട്രൂത്ത് ടേബിൾ വരയ്ക്കാൻ പോകുന്നതിന് മുമ്പേ ഉള്ള സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ നിങ്ങൾ ട്രൂത്ത് ടേബിൾ വരയ്ക്കാൻ പോകുന്ന സ്റ്റേറ്റ്മെന്റിൽ എത്ര വേരിയബിൾ ഉണ്ടെന്ന് കൗണ്ട് ചെയ്യുക. എത്ര വേരിയബിൾ ഉണ്ട്? ഇവിടുത്തെ വേരിയബിൾ പിയും ക്യൂവുമാണ്. പിയും ക്യൂവും രണ്ട് വേരിയബിളേ ഉള്ളൂ. അപ്പൊ ആ 2 വേരിയബിളും എഴുതുക, പിയും ക്യൂവും. ഇതിന്റെ ട്രൂത്ത് വാല്യൂ ഫോൾസ് വാല്യൂ കോമ്പിനേഷൻസ് എഴുതുക. ട്രൂത്ത് വാല്യൂ ഫോൾസ് വാല്യൂ കോമ്പിനേഷൻ. പി ട്രൂ ആകുമ്പോ ക്യൂ ട്രൂ ആകാം. പി ട്രൂ ആകുമ്പോ ക്യൂ ഫോൾസ് ആകാം. പി ഫോൾസ് ആകുമ്പോ ക്യൂ ട്രൂ ആകാം. പിയും ക്യൂവും ഒരുമിച്ചും ഫോൾസ് ആകാം. ഡൺ. ഇത്രയേ ഉള്ളൂ കോമ്പിനേഷൻ. രണ്ടുപേരും ട്രൂ ആകാം, രണ്ടുപേരും ഫോൾസ് ആകാം. ആദ്യത്തെ ആൾ ട്രൂ ആകുമ്പോൾ രണ്ടാമത്തെ ആൾ ഫാൾസ് ആകാം. ആദ്യത്തെ ആൾ ഫാൾസ് ആകുമ്പോൾ രണ്ടാമത്തെ ആൾ ട്രൂ ആകാം. എല്ലാ ട്രൂത്ത് വാല്യൂ കോമ്പിനേഷൻസും എഴുതി കഴിഞ്ഞു. ഇനി എനിക്ക് വേണ്ട കമ്പോണൻസ് ഓരോന്നായിട്ട് ഞാൻ ഇവിടെ ഉണ്ടാക്കിയെടുക്കണം. എനിക്കിവിടെ പി ആൻഡ് ക്യൂവിന്റെ ആവശ്യമുണ്ട്. പി ആൻഡ് ക്യൂവിന്റെ ആവശ്യമുണ്ട്. ഞാൻ പി ആൻഡ് ക്യൂ ഉണ്ടാക്കിയെടുക്കുന്നു. പി ആൻഡ് ക്യൂ, പി ആൻഡ് ക്യൂ, ട്രൂ ആൻഡ് ട്രൂ ട്രൂ, ട്രൂ ആൻഡ് ഫോൾസ് ഫോൾസ്, ഫോൾസ് ആൻഡ് ട്രൂ ഫോൾസ്, ഫോൾസ് ആൻഡ് ഫോൾസ് ഫോൾസ്. കഴിഞ്ഞു. ഇനി എനിക്ക് ഇതിന്റെ അകത്ത് നെഗേഷൻ പിന്റെ നെഗേഷൻ ക്യൂവിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ നെഗേഷൻ പി കൺസ്ട്രക്ട് ചെയ്യുന്നു. ട്രൂ ഫോൾസ്, ട്രൂ ഫോൾസ്, ഫോൾസ് ട്രൂ, ഫോൾസ് ട്രൂ. നെഗേഷൻ ക്യൂവിന്റെ ആവശ്യമുണ്ട്. നെഗേഷൻ ക്യൂ എടുക്കുന്നു. നെഗേഷൻ ക്യൂ, ട്രൂ ഫോൾസ്, ഫോൾസ് ട്രൂ, ട്രൂ ഫോൾസ്, ഫോൾസ് ട്രൂ. ഇനി നെഗേഷൻ പി ഓർ നെഗേഷൻ ക്യൂ വേണം. നെഗേഷൻ പി ഓർ നെഗേഷൻ ക്യൂ വേണം. നെഗേഷൻ പി ഓർ നെഗേഷൻ ക്യൂ. ഓർ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ആരെങ്കിലും ഒരാളെങ്കിലും ട്രൂ ആയാൽ മതി. ഫോൾസ് ആൻഡ് ഫോൾസ് ഇസ് ഗോയിങ് ടു ബി ഫോൾസ്. False or false, false or false is false. False or true is true. True or false is true. True or true is true. Okay. Now, finally, നമുക്ക് വേണ്ട കമ്പോണൻസുകളെല്ലാം ഞാൻ കൺസ്ട്രക്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞു. കൺസ്ട്രക്ട് ചെയ്തില്ല, സോറി. എനിക്ക് നെഗേഷൻ ഓഫ് പി ഓർ പി ആൻഡ് ക്യൂ വേണേ. നെഗേഷൻ ഓഫ് പി ആൻഡ് ക്യൂ വേണേ. നെഗേഷൻ ഓഫ് പി ആൻഡ് ക്യൂ. പി ആൻഡ് ക്യൂവിന്റെ നെഗേഷൻ കേട്ടോ. ട്രൂ വന്നു, ഫോൾസ് വരണം. ഫോൾസ് വന്നു, ട്രൂ വരണം. പിന്നെയും ഫോൾസ് വന്നു, ട്രൂ വരണം. പിന്നെയും ഫോൾസ് വന്നു, ട്രൂ വരണം. ഫൈനലി നമ്മുടെ ഉത്തരത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നെഗേഷൻ ഓഫ് പി ആൻഡ് ക്യൂ ഇഫ് ആൻഡ് only നെഗേഷൻ പി ഓർ നെഗേഷൻ ക്യൂ. ഇത് ശരിയാകണമെങ്കിൽ, ഇംപ്ലിക്കേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്, ശരിയാകണമെങ്കിൽ രണ്ടുപേരും ട്രൂ ആകണം, അല്ലെങ്കിൽ രണ്ടുപേരും ഫാൾസ് ആകണം. ഒരാൾ ട്രൂവും മറ്റേയാള് ഫാൾസും ആണെങ്കിൽ അത് ഫാൾസ് ആയി. നോക്കുക, നമ്മുടെ രണ്ടുപേരും ഇയാളുമാണ് കേട്ടോ. ഇയാളാണ്. നമ്മുടെ ഇഫ് ആൻഡ് ഓൺലി പഠിക്കേണ്ട. ഫാൾസ് ഇഫ് ആൻഡ് ഓൺലി ഫാൾസ് ഇസ് ഫാൾസ്. ട്രൂ ഇഫ് ആൻഡ് ഓൺലി ട്രൂ ട്രൂ. ട്രൂ ഇഫ് ആൻഡ് ഓൺലി ട്രൂ ട്രൂ. ട്രൂ ഇഫ് ആൻഡ് ഓൺലി ട്രൂ. സോറി, തെറ്റിപ്പോയി. ഫോൾസ് ഇഫ് ആൻഡ് ഓൺലി ഫോൾസ് എന്ന് പറഞ്ഞാൽ ട്രൂ ആണ് കേട്ടോ. എനിക്ക് തെറ്റിപ്പോയതാണ്. That is going to be true. False if and only false is true. True if and only true is true. True if and only true is true. And true if and only true is true.
കഴിഞ്ഞു. ഇതാണ് ട്രൂത്ത് ടേബിൾ. ഏതെങ്കിലും സ്റ്റെപ്പ് മനസ്സിലാവാതെ ഉണ്ടോ? ഇല്ല സർ, മനസ്സിലായി. ഓക്കെ, ഡൺ. ഇത്രയേ ഉള്ളൂ. ട്രൂത്ത് ടേബിളിന്റെ കൺസ്ട്രക്ഷൻ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായി നിങ്ങൾക്ക് കൺസ്ട്രക്ട് ചെയ്യാം. വളരെ സിമ്പിളായി നിങ്ങൾക്ക് കൺസ്ട്രക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. യാതൊരുവിധ പ്രശ്നവും ഇവിടെ ഇല്ല. പ്രാക്ടീസ് ചെയ്യുക. ഇത് പ്രാക്ടീസ് ചെയ്യുക. വീട്ടിലിരിക്കും നമ്മുടെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നോട്ടില് സ്വന്തമായി എഴുതാൻ ശ്രമിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ട്രൂത്ത് ടേബിൾ വരയ്ക്കുകയാണ്. കൺസ്ട്രക്ട് ദ ട്രൂത്ത് ടേബിൾ ഓഫ് P or Q, negation of P or Q, if and only if negation P and negation Q. അടുത്ത ട്രൂത്ത് ടേബിൾ വരയ്ക്കാനാണ്. ഇത് സ്വന്തമായി തന്നെ നിങ്ങൾ വരയ്ക്കുക. ഇത് സ്വന്തമായി തന്നെ വരയ്ക്കുക. ഞാൻ ഇടപെടുന്നില്ല. അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ. കൺസ്ട്രക്ട് ദ ട്രൂത്ത് ടേബിൾ ഓഫ് negation of P imply Q, if and only if P and negation Q. P and negation Q. ഇതെല്ലാം സ്വന്തമായിട്ട് ട്രൂത്ത് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഒരെണ്ണം കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ബാക്കി രണ്ടുപേരെയും, ഈ തന്നിട്ടുള്ള രണ്ടുപേരെയും നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്ത് നോക്കുക. വേണമെങ്കിൽ ഞാൻ ഉത്തരം പറഞ്ഞു തരാം. നിങ്ങൾ ആ ഉത്തരത്തിലേക്ക് എത്തുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നേരത്തെ ഉത്തരം കണ്ടോ? ശ്രദ്ധിച്ചോ? എല്ലാം ട്രൂ ആണ്. എല്ലാ പോസിബിലിറ്റിയും ട്രൂ ആണ്. ഇവിടെയും അത് തന്നെ വരും കേട്ടോ. ഇവിടെയും എല്ലാം ട്രൂ വരും. ഇവിടെയും എല്ലാം ട്രൂ വരും. ഓൾ ട്രൂ ആണ് കേട്ടോ. ഓൾ ട്രൂ. സ്വന്തമായി ചെയ്ത് നോക്കുക. കിട്ടിയില്ലെങ്കിൽ എന്നോട് പറയുക, ഞാൻ ചെയ്തു തരും. രണ്ടിന്റെ ഉത്തരം എല്ലാവരും ട്രൂ ആയിരിക്കും. സ്വന്തമായി ചെയ്ത് നോക്കുക. തെറ്റുന്നുണ്ടെങ്കിൽ എന്നോട് പറയുക, ഞാൻ ചെയ്തു. ഡൺ. ഓക്കെ, ശരി. അപ്പോ നമ്മുടെ ട്രൂത്ത് ടേബിളിന്റെ കൺസ്ട്രക്ഷൻ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇനിയും വേറെ ക്വസ്റ്റ്യൻ ചെയ്യും. ഞാൻ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. വേറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഡൺ. അപ്പൊ കണ്ടു. നിങ്ങൾ ഇപ്പൊ കണ്ട ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റുകൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഈ സ്റ്റേറ്റ്മെന്റ് എപ്പോഴും ട്രൂ, ഒരിക്കൽ പോലും ഫാൾസ് ആകില്ല. സ്വന്തമായി ചെയ്യാൻ പറഞ്ഞ രണ്ടെണ്ണത്തിലും എപ്പോഴും ട്രൂ, ഒരിക്കലും ഫാൾസ് ആകില്ല. കണ്ടോ? അപ്പൊ ആ സ്റ്റേറ്റ്മെന്റിന്റെ പ്രത്യേകത എന്താണ്? എപ്പോഴും ട്രൂ ആകുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ ഈ എഴുതി തന്നിരിക്കുന്നത്. എപ്പോഴും ട്രൂ ആകുന്ന സ്റ്റേറ്റ്മെന്റ്, ഒരിക്കൽ പോലും തെറ്റില്ല. ഒരിക്കൽ പോലും അത് ഫാൾസ് ആവില്ല. ഫാൾസ് ആവാൻ സാധ്യതയില്ല. പിയും ക്യൂവും എന്ത് തന്നെ ആയാലും ഈ എഴുതിയിരിക്കുന്ന 3 സ്റ്റേറ്റ്മെന്റും, ഇത് രണ്ടെണ്ണം, നേരത്തെ എഴുതിയ ഒരെണ്ണം, അങ്ങനെ എഴുതിയിരിക്കുന്ന 3 സ്റ്റേറ്റ്മെന്റും ശരിയായിരിക്കും. ദാറ്റ് ഈസ് ഗോയിങ് ടു ബി ഓൾവേസ് ട്രൂ. എപ്പോഴും ട്രൂ ആയ സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടോട്ടോളജി. ടോട്ടോളജി. TAUTOLOGY. Tautology is a statement which is always true. Tautology is a statement which is always true. ഞാൻ ഈ എഴുതിയിട്ടുള്ള 3 എക്സാമ്പിളും ഒരു ടോട്ടോളജിയുടെ എക്സാമ്പിൾ ആണ്. ഞാൻ ഈ എഴുതിയിരിക്കുന്ന 3 സ്റ്റേറ്റ്മെന്റും ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എ ടോട്ടോളജി. അപ്പോൾ എപ്പോഴും ട്രൂ ആകുന്ന സ്റ്റേറ്റ്മെന്റ് ടോട്ടോളജി. ഓൾവേസ് ട്രൂ. എപ്പോഴും ട്രൂ ആകുന്ന സ്റ്റേറ്റ്മെന്റ് ടോട്ടോളജി. അപ്പോ സ്റ്റേറ്റ്മെന്റ്, ചില സ്റ്റേറ്റ്മെന്റുകൾ എപ്പോഴും ഫാൾസ് ആകുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകാൽ. Always false. Statement which is always false. അല്ലെ? എപ്പോഴും ട്രൂ ആകുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ എപ്പോഴും ഫാൾസ് ആകുന്ന സ്റ്റേറ്റ്മെന്റ് കാണണമല്ലോ. എപ്പോഴും ഫാൾസ് ആകുന്ന സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺട്രഡിക്ഷൻ. എപ്പോഴും ഫാൾസ് ആകുന്ന സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺട്രഡിക്ഷൻ. ഈ വാക്ക് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? കോൺട്രഡിക്ഷൻ എന്ന വാക്ക്.
ഓക്കെ, അപ്പൊ കോൺട്രഡിക്ഷൻ എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിന്റെ അർത്ഥമാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. കോൺട്രഡിക്ഷൻ ഇസ് എ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഇസ് ഓൾവേസ് ഫാൾസ്. കോൺട്രഡിക്ഷൻ ഇസ് എ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഇസ് ഓൾവേസ് ഫാൾസ്. ഓക്കെ, മനസ്സിലായല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതുവരെ പറഞ്ഞതില്? ഇല്ല സർ. ഓക്കെ, ശരി. അപ്പൊ അത്രേ ഉള്ളൂ. നമ്മുടെ ആദ്യത്തെ സെക്ഷൻ കഴിഞ്ഞു. നമ്മൾ ടോട്ടോളജിയും എന്താണ് കോൺട്രഡിക്ഷനും ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇനി കുറെ പ്രോബ്ലം ചെയ്ത് അവരാരൊക്കെയാണെന്നും അല്ലെങ്കിൽ അവരുടെ കുറെ പ്രോബ്ലം ചെയ്ത് നമ്മൾ എന്താണ് ഇവരൊക്കെ എന്ന് മനസ്സിലാക്കും. നമ്മുടെ സെക്ഷൻ കഴിഞ്ഞു. ഇനിയുള്ളത് എക്സസൈസ് പ്രോബ്ലങ്ങളാണ്. നമ്മൾ ആ എക്സസൈസ് പ്രോബ്ലങ്ങളാണ് ഇനി ചെയ്യാൻ പോകുന്നത്. എല്ലാം ചെയ്യില്ല, കുറച്ചൊക്കെ ചെയ്യത്തുള്ളൂ. ഇമ്പോർട്ടന്റ് ആയ കുറച്ച് ആൾക്കാരൊക്കെ ചെയ്യത്തുള്ളൂ. ബാക്കിയുള്ളത് നിങ്ങൾ സ്വന്തമായി ഹോംവർക്കായി ചെയ്യുക. ഞാന് ഇതില് കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ചെയ്യൂ. അപ്പൊ ഫസ്റ്റ് സെക്ഷൻ കംപ്ലീറ്റ്. നമുക്ക് ഈ പാഠത്തില് ആദ്യത്തെ 4 സെക്ഷനാണ് പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തെ സെക്ഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അപ്പോ നമുക്ക് എന്തായാലും പ്രോബ്ലത്തിലേക്ക് കടക്കാം. എനിക്ക് ഇനി വേണ്ടത് താഴെ പറയുന്ന ചില സ്റ്റേറ്റ്മെന്റുകളുടെ നെഗേഷൻ ആണ് വേണ്ടത്. നെഗേറ്റ് ചെയ്യണം. അടുത്ത് ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെന്റുകളെ നെഗേറ്റ് ചെയ്യണം. The set S is compact and convex. The set S is compact and convex. ശരി, അപ്പൊ ഇതിനെ ഒന്ന് നെഗേറ്റ് ചെയ്ത് പറയാമോ? ആര്യക്ക് പറയാമോ? ഈ സ്റ്റേറ്റ്മെന്റിനെ ഒന്ന് നെഗേറ്റ് ചെയ്ത് പറയാം. The set S is not compact and convex. Okay. The set S is not compact and convex. Okay, എളുപ്പത്തിൽ അതങ്ങനെ പറഞ്ഞു. ശരി, സമ്മതിച്ചു, അങ്ങനെ ആയിക്കോട്ടെ. പക്ഷെ അതിൽ ചില തെറ്റുകളുണ്ട് കേട്ടോ. നമ്മൾ ഇതിനെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവുകയാണ്. ഞാൻ നിങ്ങളെ ഇതുവരെ നെഗേറ്റ് ചെയ്ത് പഠിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ഈ ആൻഡോ ഓറോ ദെന്നോ ഉള്ള സ്റ്റേറ്റ്മെന്റുകളെ നിങ്ങളെ കൊണ്ട് നെഗേറ്റ് ചെയ്യിപ്പിച്ചിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആൻഡോ ഓറോ ദെന്നോ ബൈകണ്ടീഷണലോ ഉള്ള സ്റ്റേറ്റ്മെന്റിനെ നിങ്ങളെ കൊണ്ട് നെഗേറ്റ് ചെയ്യിപ്പിച്ചിട്ടില്ല. സാധാരണ സ്റ്റേറ്റ്മെന്റുകളെ മാത്രമേ നെഗേറ്റ് ചെയ്യിപ്പിച്ചിട്ടുള്ളൂ. ഈ ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ അകത്ത് ആൻഡ് ഉണ്ട്. അതാണ് പ്രശ്നം. ശരി, നമ്മൾ ആ പ്രശ്നം പരിഹരിക്കാൻ പോവാണ്. ശ്രദ്ധിക്കുക. പി ആൻഡ് ക്യൂവിന്റെ നെഗേഷൻ എന്താണ്? ആര്യക്ക് പറയാമോ പി ആൻഡ് ക്യൂവിന്റെ നെഗേഷൻ? Negation Q or negation P. നെഗേഷൻ പി ഓർ നെഗേഷൻ ക്യൂ. അങ്ങനെ പറയാം, രണ്ട് രീതിയിലും പറയാം. നെഗേഷൻ പി ഓർ നെഗേഷൻ ക്യൂ. മനസ്സിലായോ? ഒന്നും പറയുന്നില്ല. ആര്യ കേൾക്കാമോ? കേൾക്കാം സാറേ, മനസ്സിലായി. ശരി, അപ്പോ പി ആൻഡ് ക്യൂവിന്റെ നെഗേഷൻ എന്താണ്? പി ആൻഡ് ക്യൂവിന്റെ നെഗേഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നെഗേറ്റ് ചെയ്യണം, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നെഗേറ്റ് ചെയ്യണം, എന്നിട്ട് അവരുടെ ഇടയിൽ ഓർ കൊടുക്കണം. ശരി, അപ്പൊ അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ പറയാണ്, ശ്രദ്ധിക്കുക. The set S is not compact. അതായത് പി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് കോമ്പാക്ട് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. അത് നോട്ട് കോമ്പാക്ട് നെഗേറ്റ് ചെയ്തു. ഓർ നോട്ട് കോൺവെക്സ്. കഴിഞ്ഞു. പിടിയോ? പി ആൻഡ് ക്യൂവിന്റെ നെഗേഷൻ എന്ന് പറയുന്നത് നെഗേഷൻ പി ഓർ നെഗേഷൻ ക്യൂ ആണ്. അപ്പോ കോമ്പാക്ട് ആൻഡ് കോൺവെക്സിന്റെ നെഗേഷൻ എന്ന് പറയുന്നത് നോട്ട് കോമ്പാക്ട് ഓർ നോട്ട് കോൺവെക്സ്. കോൺവെക്സ്. പിടിയോ? വെറുതെ നമ്മൾ നേരത്തെ വിചാരിക്കുന്ന പോലത്തെ നെഗേഷൻ അല്ല. ഇതിലെ ചില നൂലാമാലകളുണ്ട്. അതിന് നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് അറിയണം. അതിന്റെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റുകളും എന്താണ്, അതിന്റെ സെന്റൻഷ്യൽ കണക്റ്റീവ് എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് നെഗേറ്റ് ചെയ്യാൻ പാടുള്ളൂ. വെറുതെ ചാടിക്കയറി നെഗേറ്റ് ചെയ്യരുത്. ശരി,
ഇനി നെക്സ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത്. ഇത് ശ്രദ്ധിക്കുക. ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. 7 is prime or 2 plus 2 equal to 4. 7 is prime or 2 plus 2 equal to 4. ഓക്കെ, ഈ സ്റ്റേറ്റ്മെന്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ സ്റ്റേറ്റ്മെന്റിന് ട്രൂത്ത് വാല്യൂ ആണോ ഫോൾസ് വാല്യൂ ആണോ? ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ വാല്യൂ ആണോ ഫോൾസ് വാല്യൂ ആണോ? ഫോൾസ്. ഇതാ ട്രൂ ആണ്. ട്രൂ ആണ് അല്ലേ? നോക്ക്, 7 is prime. 7 പ്രൈം ആണ്. ഓർ 2 plus 2 is 4. അതെ, രണ്ടും ശരിയാണ്. 7 പ്രൈമും ആണ്, 2 plus 2 4ഉം ആണ്. ദിസ് ഇസ് എ ട്രൂ. ദിസ് ഇസ് എ ടോട്ടോളജി. ദിസ് ഇസ് എ ടോട്ടോളജി. ഇത് എപ്പോഴും ട്രൂ ആയ ഒരു കാര്യമാണ്. ദിസ് ഇസ് എ ടോട്ടോളജി. 7 എപ്പോഴും പ്രൈം ആണ്, അല്ലെങ്കിൽ 2 plus 2 4 ആണ്. ഇനി എനിക്കിത് നെഗേറ്റ് ചെയ്യണം. ഓക്കെ, ദേവിക ഇതൊന്ന് എനിക്ക് നെഗേറ്റ് ചെയ്ത് പറഞ്ഞു തരാമോ? പ്രോപ്പർട്ടി വെച്ചാണോ പറയേണ്ടത്? പ്രോപ്പർട്ടി വെച്ച് തന്നെയാണ് പറയേണ്ടത്. ഇതൊന്ന് നെഗേറ്റ് ചെയ്ത് പറയാമോ? വെറുതെ നെഗേഷൻ അല്ല, പ്രോപ്പർട്ടി വെച്ച് തന്നെയാണ് നമ്മൾ നെഗേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ തെറ്റ്. നോട്ട് പ്രൈം ആൻഡ് നോട്ട് 2 plus 2 equal to 4. നോട്ട് 2 plus 2 equal to 4 എന്ന് എഴുതിയാൽ എന്താണ് അർത്ഥം? നോട്ട് 2 plus 2 equal to 4. അങ്ങനെ വരൂല. അങ്ങനെ വരൂല. അതാ ഇവിടെ നോക്കിക്കോ, ഞാൻ പറഞ്ഞുതരാം. ഇത് ഒരു ഓർ സ്റ്റേറ്റ്മെന്റ് ആണ്. പി ഓർ ക്യൂവിന്റെ നെഗേഷൻ എന്ന് പറയുന്നത് നെഗേഷൻ പി ആൻഡ് നെഗേഷൻ ക്യൂ. ദേവിക പറഞ്ഞത് ഏകദേശം ശരിയാണ്, ഒരു ചെറിയ തെറ്റേ ഉള്ളൂ. 7 is not prime. 7 is not prime, ശരിയാണ്. ആൻഡ് നോട്ട് 2 plus 2 equal to 4 അല്ല, 2 plus 2 not equal to 4. ഇങ്ങനെ വേണം എഴുതാം. നമ്മൾ ഓവറായിട്ട് കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട. നോട്ട് 2 plus 2 equal to 4 എന്നല്ല, 2 plus 2 4 ആകരുതെന്ന്. അങ്ങനെ പോണം. നോട്ട് എല്ലായിടത്തും കയറി ഫ്രണ്ടിൽ കൊടുക്കലല്ല നമ്മുടെ ജോലി. അത് നമ്മളിത് നേരത്തെ നെഗേറ്റ് ചെയ്തപ്പോൾ കറക്റ്റ് ആയിട്ട് നമ്മൾ നെഗേറ്റ് ചെയ്ത് പോയതാണ്. പക്ഷെ നമ്മളിപ്പോ കോംപ്ലിക്കേറ്റഡ് ആയി, കാരണം സിമ്പിൾ ആയിട്ട് ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് 7 is not prime and 2 plus 2 not equal to 4. 7 പ്രൈമും അല്ല എന്ന്, 2 plus 2 4ഉം അല്ല. ഈ എഴുതിയിരിക്കുന്നത് ടോട്ടോളജി ആണോ? ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ? ഈ എഴുതിയിരിക്കുന്നത് 7 പ്രൈമും അല്ലെന്ന്, 2 plus 2 4ഉം അല്ലെന്ന്. പറഞ്ഞിരിക്കുന്നത് ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. ദിസ് ഇസ് ഓൾവേസ് ഫോൾസ്. ഒരിക്കലും ശരിയാവാത്ത കാര്യമാണ്. അപ്പൊ ദിസ് ഇസ് എ കോൺട്രഡിക്ഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് എന്ത് മനസ്സിലാക്കാം? ടോട്ടോളജിയുടെ നെഗേഷൻ കോൺട്രഡിക്ഷൻ ആയിരിക്കും, കോൺട്രഡിക്ഷന്റെ നെഗേഷൻ ടോട്ടോളജി ആയിരിക്കും. ടോട്ടോളജിയുടെ നെഗേഷൻ കോൺട്രഡിക്ഷൻ ആയിരിക്കും, കോൺട്രഡിക്ഷന്റെ നെഗേഷൻ ടോട്ടോളജി ആയിരിക്കും. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഓക്കെ, കഴിഞ്ഞു. അപ്പോ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് നിർത്താം.